വായിക്കുമ്പോൾ, സുധാമേനോൻ എഴുതിയ ഈ പുസ്തകം വായിക്കുമ്പോഴും എനിക്ക് തോന്നിയത് അതാണ്. അവർ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പലരും സൂചിപ്പിച്ചിട്ടുണ്ട് കേരളം സ്വർഗമാണ്. ആ കേരളം സ്വർഗമാണെന്നുള്ള കൊട്ടേഷനും പറയുമ്പോൾ തന്നെ കെയ്യൻ പറഞ്ഞിട്ടുള്ള കഴിഞ്ഞതല്ല എന്നുള്ള ഇതാണ് ഓർമ്മ വരുന്നത്. കേരളം ഈ ഒരു സ്വർഗമായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളത് നമ്മളൊക്കെ പഠിച്ചവരാണ്. പക്ഷെ ഇന്നത്തെ തലമുറക്ക് ഇതിങ്ങനെ ആകാശത്തുനിന്നും മന്ന ഡ്രോപ്പിംഗ് ഫ്രം ഹെവൻ എന്ന് പറഞ്ഞതുപോലെ ആരുടെയോ ഔദാര്യം കൊണ്ട് പതിച്ചു കിട്ടിയ ഒരു ഭൂമിയാണ് ഈ സ്വർഗം എന്ന് പലരും വിചാരിച്ചു പോകുന്നത്. പക്ഷെ നമുക്കറിയാം, ഇതുപോലുള്ള സൈറമാരും രേവമ്മമാരും ഒക്കെ ഓരോ വീട്ടിലും ഇതിപ്പോ ഒരു പ്രദേശത്ത് നന്നായി ഓരോ വീട്ടിലും ഉണ്ടായ ചരിത്രം, സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം നമ്മളെപ്പോഴും പറയാറുണ്ട്. നമ്മളെല്ലാം ക്ലാസ് മുറികൾ വളരെ വികലമായിരുന്നു ഇപ്പാ തോന്നുന്നു. സ്വാതന്ത്ര്യ സമരം ആരാ വാങ്ങിത്തന്നത്? 3 കൊടിയുള്ളൊരു പാർട്ടിയും അതിൻ്റെ ഒരു നേതാവും എന്നുള്ള രീതിയിലാണ് നമ്മളെയൊക്കെ സാമൂഹ്യ പാഠം പഠിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഊടുവഴികളിലേക്കൊന്നും കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഈ പുസ്തകത്തിനെ എല്ലാവരും വിലയിരുത്തി കഴിഞ്ഞു. എങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത് 6 പെൺകുട്ടികൾ, 6 യുവതികൾ, അവരുടെ ജീവിതമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പല കഥകളും വായിക്കുമ്പോൾ ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം, അവരുടെ കുടുംബം അതിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു. പക്ഷേ സുധാമേനോൻ ആദ്യം തന്നെ ലീല ടീച്ചർ പറഞ്ഞതുപോലെ ഒരു അന്താരാഷ്ട്ര പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായിട്ട് വിനയം നല്ല പറയുന്നത്, ശരിക്കും അതിൻ്റെ ഒരു പൊങ്ങച്ചത്തോടെ അവരെയൊക്കെ സുഖിപ്പിക്കുന്ന രീതിയിൽ ഈ കൊളോണിയലിസത്തിനെയും സാമ്രാജ്യത്വത്തിനെയും ഒക്കെ സുഖിപ്പിക്കുന്ന വാക്കുകൾ പ്രയോഗിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ. പക്ഷേ അന്നൂരെ കാറമ്പലിലെ ദരിദ്രമായ വീട്ടിൽ നിന്ന് വന്ന അവർക്ക് അവരുടെ ഭൂതകാലം ഇപ്പോഴും ഓരോ സ്ത്രീയെയും കാണുമ്പോൾ അവരെ തേങ്ങലായിട്ട് വരികയാണ്. ഇപ്പൊ ലീല ടീച്ചർ പറഞ്ഞ മീൻപാടും തേൻ രാജ്യം, അവിടെ നമ്മുടെ ജീവലത അവസാനം പോയിരുന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ആ ഇരിക്കുന്നത് മീനുകളുടെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ മുകുന്ദന്റെ അയ്യഴിപ്പുള്ളിയുടെ തീരങ്ങളിൽ അവിടുത്തെ ആളുകളൊക്കെ ആത്മാക്കളായിട്ട് വെള്ളിയാങ്കല്ലിൽ പോയി പാടി നടക്കുന്നു. അപ്പോൾ ജീവലതയുടെയും അവിടുത്തെ സ്ത്രീകളുടെയും സങ്കല്പം മരിച്ചവരൊക്കെ മീനുകളായിട്ട് വന്നിട്ട് അവിടെ നിന്ന് പാട്ട് പാടുന്നുവെന്നാണ്. അവരുടെ മോള് അതിക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ട മണിമേഖല അവിടെ മീനായി വന്നിട്ട് പാട്ടുപാടുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് അവർ അവിടെ പോയി ഇരിക്കുന്നത്. അതുപോലെ ബംഗ്ലാദേശിൽ മതമൊന്നുമല്ല, കെട്ടിടം വീണിട്ടുള്ള അവിടെ ഇവർ പോയപ്പോൾ റസിയ, അതുപോലെ ചെറിയ കുട്ടി ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഡോക്ടറാകണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളല്ലേ. അപ്പോൾ പറയുന്നത് എനിക്ക് ഒരു പിസ്ത കഴിക്കണം എന്നാണ്. വിശപ്പടക്കാൻ ഇന്നുവരെ അലങ്കാരമായി കണ്ടിട്ടുള്ള ആ ഭക്ഷണം കഴിക്കണം എന്നാണ്. അവരെ കരഞ്ഞുപോയി. അവരുടെ കൂടെയുള്ള അമേരിക്കൻ കൂട്ടുകാരി ജോബാൻ പോലും കരഞ്ഞുപോയി എന്നാണ് പറയുന്നത്. ജോബാന്റെ ജീവിതവും അങ്ങനെയുള്ള വളരെ വിഷമം പിടിച്ച അവസ്ഥയിൽ നിന്ന് വന്നവർക്കൊക്കെ ഈ സങ്കടങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട്, അതുപോലെ ഓരോ ആളും ഈ റൈസ അല്ലെ സൈറയും ഒക്കെ തന്നെ ഇടയ്ക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ട്. അങ്ങനെ ഓരോ ചെറിയ അനുഭവങ്ങൾ എടുത്ത് നോക്കിയാൽ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ജീവിച്ചവരനുഭവിക്കുന്ന ആ പ്രയാസങ്ങൾ നമ്മുടെ മനസ്സിൽ വല്ലാത്ത നോവായിട്ട് നിൽക്കും. ഇത് ശരിക്കും അവരത് വളരെ സമർത്ഥമായിട്ടാണ് പറയുന്നത്. ഈ ഒരു സ്ത്രീയുടെ കഥ പറഞ്ഞുകൊണ്ടല്ല തുടങ്ങുന്നത്. അവിടുത്തെ സംഭവങ്ങളൊക്കെ തന്നെ വിലയിരുത്തിക്കൊണ്ട്, ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ ശ്രീലങ്കയിലെ ഒരു ഭൂരിപക്ഷം ന്യൂനപക്ഷത്തിന് വേട്ടയാടിയപ്പോൾ അവരുടെ ഭാഷയെ തന്നെ ഇല്ലാതെ നമ്മൾ ഓരോരാളും മനസ്സിലാക്കുന്ന രീതിയുണ്ട്. ഞാനത് ഉൾക്കൊള്ളുന്നത് ഈ രീതിയിൽ തന്നെയാണ്. ഒരു ഭൂരിപക്ഷം, സിംഹള ഭൂരിപക്ഷം, അതായത് അഹിംസയുടെ വക്താക്കളായി വന്നിട്ടുള്ള അവര് കാട്ടിക്കൊടുക്കിയ ക്രൂരതകൾക്കെതിരെയുള്ള ഒരു തിരിച്ചടി. ആ തിരിച്ചടി ഒരുപക്ഷെ
അത് ഭീകരവാദത്തിന്റെ രൂപത്തിലേക്ക് പ്രഭാകരനുള്ള വന്നിട്ടുണ്ടാവാം, ഉണ്ടാവും അത്. പക്ഷെ ഇന്ത്യൻ സൈന്യം കാണിച്ചിട്ടുള്ള സുധാമേനോന്റെ പുസ്തകം വായിക്കുമ്പോൾ പലപ്പോഴും അവരത് സൂചിപ്പിക്കുന്നില്ല എന്നുള്ളത്. ഇന്ത്യൻ സൈന്യം എന്തിനാണ് അവിടെ പോയത് എന്നുള്ളത് പറയുന്നത്. ഇന്ത്യൻ സൈന്യം ഓരോ തമിഴന്റെയും വീട്ടിൽ കയറിയിട്ട് സിംഹള സൈന്യം കാട്ടിക്കൂട്ടിയ ക്രൂരതകൾ തന്നെയാണ് അവർ കാണിക്കുന്നതാണ്. നമ്മളെ നാട്ടിൽ നിന്നൊക്കെ പോയ പട്ടാളക്കാർ വീരവാദം എന്നുള്ള നിലക്ക് നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവരെ സംരക്ഷിക്കാൻ പോയവര് അവരെ വേട്ടയാടുകയും ഒരുപക്ഷെ രാജീവ് ഗാന്ധിയുടെ ദാരുണമായിട്ടുള്ള വിലപ്പെട്ട ജീവനപകരിക്കുന്ന ആ ദുരന്തത്തിന് കാരണം അത്തരത്തിലുള്ള വേട്ടയാടലുകൾ തന്നെയായിരിക്കും എന്ന് തോന്നിക്കുന്നത്. അപ്പൊ ഇതിലും വായനയുടെ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താൻ. കഴിഞ്ഞ മാസം ഒരാൾ എന്നെ വിളിക്കാൻ, സാർ റബി സാറല്ലേ എന്ന് ചോദിച്ചു. ഞാൻ കന്നഡയിൽ നിന്നാണ്, ഞാൻ ബിന്ദു ജോസ്, കന്നഡയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യാം. ആ ബിന്ദു സ്കൂളല്ല എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. 86-ലാണ് ഞാൻ മാധവങ്ങൾ സ്കൂൾ 9ാം ക്ലാസ്സിൽ ആ കുട്ടിയെ പഠിക്കുന്നത്. ചോദിക്കുന്നത് കോസത്തിന് എന്ത് പറ്റി സാർ, കോസത്തിന് എന്ത് പറ്റി? എനിക്ക് പെട്ടെന്ന് അത് സ്ട്രൈക്ക് ചെയ്തില്ല. പിന്നെയാണ് ഞാൻ വിക്ടർ ഹ്യൂഗോന്റെ പാവങ്ങളുടെ കോസത്ത് എന്ന് പറയുന്ന 4 വയസ്സുകാരി അമ്മ നഷ്ടപ്പെട്ട് ഏതോ ഒരു വീട്ടിൽ അങ്ങനെ കഴിയുമ്പോൾ അവളെ കൊണ്ട് അടിമ ജോലി ചെയ്യിക്കുന്ന ക്രൂരമായിട്ടുള്ള ഇതുണ്ട്. ഇൻവാൽജിന്റെ അടുത്ത് എത്തിയിട്ടില്ല. ഇൻവാൽജിൻ മദലിയൻ എന്ന മേയറായിട്ട് അവിടെ നിന്ന് വീണ്ടും പിടിക്കപ്പെട്ട് രാവേർ വേട്ടയാടി, അങ്ങനെ വലിയൊരു കഥയല്ലേ. ആ കഥ ഞാൻ കടക്കധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ക്ലാസ്സിൽ കഥ പറയാനൊന്നും പറ്റില്ല. പക്ഷെ ഞാനന്ന് എൻ്റെ 26 വയസ്സാണ്. ആ 26 വയസ്സിൽ ഒരു 5 മിനിറ്റോ 8 മിനിറ്റോ ഞാൻ ഉണ്ടാക്കും. എന്നിട്ട് ഈ കഥ ഘട്ടം ഘട്ടമായിട്ട് പറഞ്ഞു പോകുന്നൊരു മോശം സ്വഭാവം അന്നുണ്ടായി. പക്ഷേ 38 കൊല്ലമായില്ലേ, 38 കൊല്ലത്തിന് ശേഷം ആ പെൺകുട്ടിക്ക് ഇപ്പൊ 52 വയസ്സുണ്ടാവും. 52 വയസ്സുള്ള ബിന്ദു ജോസ് ഇപ്പോഴും അത് ഓർമ്മിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ വായന മരിച്ചിട്ടില്ല എന്നാണ്. ഇന്നും കുട്ടികൾ, ഞാൻ ലീല ടീച്ചർ ഈ പുസ്തകം വായിക്കാൻ പറഞ്ഞുകൊണ്ട് എന്റെ വായനാശീലം മാറി. ഞാൻ തെന്നാലിരാമന്റെയും മറ്റേ അങ്ങനെ ആ സിമ്പിൾ വായനയിലേക്ക് പോയിട്ട് ഇപ്പൊ കുട്ടികളെ ക്ലാസ് എടുക്കുന്നില്ല. എന്റെ സ്റ്റുഡന്റാണ് ഇരിക്കുന്നത്. ഓർമ്മയില്ലായിരുന്നു. പിള്ളേർക്ക് കഥ പറയുന്നത് ഇത് എന്താണ്, കപ്പൽ ചേതത്തിന്റെ റോബിൻസൺ, അതുപോലെ കിഴവിനും കടലും, അതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ വീണ്ടും വായിക്കാനും. പക്ഷെ ടീച്ചർ വന്നപ്പോൾ ഈ പുസ്തകം വന്നപ്പോൾ ഇനി വായന കുറച്ചും കൂടെ വരുന്ന തലത്തിലേക്ക് ആവില്ലെങ്കിൽ ഈ പ്രായത്തിലും അങ്ങനെ ഒരു ശ്രമം നടത്തുന്നു. വായന ഒരു ലഹരിയാണ്. എനിക്ക് ഇങ്ങനെ ഒരു സമ്പന്നമായ സദസ്സിൽ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഇങ്ങനൊരു പരിപാടി എന്ന് പറഞ്ഞാല് നിങ്ങൾക്കൊക്കെ ഒരു മരുന്നാണ് എന്ന് പറയും. ഞങ്ങള് പരിഹാരത്ത് വയസ്സന്മാരുടെ സംഘം മാസം തോറും പരിപാടി നടത്താറുണ്ട്. ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഇന്ന് വരെ സ്റ്റേജിൽ വരാത്ത ആള് 80 വയസ്സുള്ള നാരായണേട്ടൻ ഒരു മഞ്ഞടിപ്പൂന്നിലാവും. നമ്മളെ പി ഭാസ്കരൻ മാഷിന്റെ കുമാരനാശാന്റെ, ഞങ്ങൾ മഞ്ഞളിപ്പൂന്നിലാവ് ഇനി വെക്കാൻ പോകുന്ന കുമാരനാശാന്റെ 100ാം ചരമവാർഷികത്തിൽ ഇതിന് സ്പോണ്ടേനിയസ് ഓവർഫ്ലോ എന്നെല്ലാം പറഞ്ഞില്ലേ, ആ 80-കാരൻ അയാൾ ഇന്ന് വരെ ഒരു സ്റ്റേജോ ഓരോ വർത്തമാനം പറഞ്ഞില്ല. അയാളെ വിളിച്ചപ്പോൾ ഉണ്ടായ ഇതൊരു ഒഴുക്കായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ട് നമ്മളുടെ ചുറ്റുപാട്. അവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള ഈ അസ്തമയ പക്ഷികൾ, അസ്തമിക്കാത്ത പക്ഷികൾ, അല്ലെ അന്വർത്ഥമായിട്ടുള്ള പേര്, അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള പേര്, മനോഹരമായിട്ടുള്ള പരിപാടികൾ, എൻ്റെ വലിയ ആശംസകൾ അറിയിക്കുക.